എന്തുകൊണ്ട് രണ്ടുപേർക്ക് രണ്ടു നീതി? അഭിഷേക് തുടർച്ചയായി പരാജയപ്പെട്ടാലും അവസരങ്ങൾ നൽകുമ്പോഴും ഒന്നോ രണ്ടോ മത്സരത്തിന്റെ പേരിൽ സഞ്ജുവിനെ പുറത്തിരുത്തുന്നത് എന്തുകൊണ്ടാണ്? ചോദിച്ചു മടുത്ത ചോദ്യമാണിത്. പക്ഷേ ഈ രീതിക്ക് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. സഞ്ജു സാംസൺ തിരിച്ചെത്തുമ്പോൾ ഇനി ആർക്കാകും ഇന്ത്യ വിശ്രമം നൽകുക? ഫോമിലില്ലാത്ത അഭിഷേകിനെയോ അതോ 15-കാരൻ വൈഭവിനെയോ? ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെടെ ഉയർത്തുന്ന നിർണായകമായ ചോദ്യമാണിത്. സിംബാബ്വെ പരമ്പരയിലെ മൂന്നാം T20 മത്സരത്തിലും അഭിഷേക് ശർമ്മ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. 3 മത്സരത്തിലും വലിയ സ്കോർ നേടാതെയാണ് അഭിഷേക് പുറത്തായത്. 8 പന്തിൽ 1, 8 പന്തിൽ 8, 4 പന്തിൽ 2 എന്നിങ്ങനെയാണ് അഭിഷേകിന്റെ 3 മത്സരത്തിലെയും പ്രകടനം. ഒടുവിൽ കളിച്ച 6 T20 ഇന്നിംഗ്സിലും അഭിഷേക് ശർമ്മയ്ക്ക് തിളങ്ങാനായിട്ടില്ല. ഇത് രണ്ടാം തവണയാണ് 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ അഭിഷേക് ശർമ്മ ഒറ്റ സംഖ്യയിൽ പുറത്താകുന്നത്. നേരത്തെ 4, 7, 4 എന്നിങ്ങനെയായിരുന്നു അഭിഷേക് ശർമ്മയുടെ സ്കോർ. ഇത്തവണയും ഇത് ആവർത്തിക്കപ്പെട്ടതോടെ 2 തവണ ഈ അനാവശ്യ നേട്ടത്തിലേക്ക് എത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമായി അഭിഷേക് മാറി. നേരത്തെ ശുഭ്മാൻ ഗില്ലിനും KL രാഹുലിനുമാണ് ഇത്തരമൊരു നാണക്കേട് നേരിടേണ്ടി വന്നത്. 3 മത്സരത്തിലും ബ്ലെസിംഗ് മുസറാബാനിയാണ് അഭിഷേക് ശർമ്മയെ പുറത്താക്കിയത്. സഞ്ജു സാംസണിന്റെ അഭാവത്തിൽ അഭിഷേകിനൊപ്പം വൈഭവ് സൂര്യവംശിയാണ് ഓപ്പണർ റോളിൽ കളിക്കുന്നത്. സഞ്ജു തിരിച്ചുവരവ് നടത്തുമ്പോൾ ഇന്ത്യ വൈഭവ് സൂര്യവംശിയെ പുറത്തിരുത്തരുത്, പകരം അഭിഷേക് ശർമ്മയ്ക്ക് വിശ്രമം നൽകുകയാണ് കൂടുതൽ അനുയോജ്യം. വൈഭവ് സൂര്യവംശി മികച്ച ഫോമിലാണ് കളിക്കുന്നത്. യുവതാരത്തിന് പവർ പ്ലേക്കുള്ളിൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനും സാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തിരുത്തിയാൽ 15-കാരനായ വൈഭവിന്റെ ആത്മവിശ്വാസത്തെ അത് ബാധിക്കും. കൂടുതൽ അവസരങ്ങൾ നൽകി വൈഭവിനെ ഇന്ത്യ പിന്തുണയ്ക്കേണ്ടതുണ്ട്. അഭിഷേകിനൊപ്പം വൈഭവ് കളിക്കുമ്പോൾ രണ്ടുപേരും ഒരേ ശൈലിയിൽ കളിക്കുന്നവരും ഇടംകയ്യൻ ബാറ്റ്സ്മാൻമാരുമാണ്. കടന്നാക്രമിച്ച് കളിക്കാൻ ശ്രമിക്കുമ്പോൾ മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതേസമയം സഞ്ജു സാംസൺ ഓപ്പണറാകുമ്പോൾ ഇടത് വലത് ഓപ്പണിംഗ് കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. 3-ാം നമ്പറിൽ ഇടംകയ്യനായ ഇഷാൻ കിഷൻ കളിക്കുന്നതിനാൽ ഇന്ത്യക്ക് ഇടത് വലത് ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണെ ഓപ്പണർ റോളിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം. വൈഭവ് സൂര്യവംശിയും സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസിൽ ഒന്നിച്ച് കളിച്ചവരാണ്. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് വൈഭവ് അരങ്ങേറ്റം നടത്തിയതും. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ മികച്ച ബന്ധമാണുള്ളത്. ഈ സാഹചര്യത്തിൽ സഞ്ജുവിനൊപ്പം ഓപ്പണറാവുന്നത് വൈഭവിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാൽ അഭിഷേകിനെ പൂർണ്ണമായും തഴയാനാവില്ല. സിംബാബ്വെ പരമ്പരയിൽ മോശം പ്രകടനമായിരുന്നെങ്കിലും 2020-ൽ പകരം വെക്കാനെടുത്ത പ്രതിഭയാണ് അഭിഷേക്. എന്നാൽ നിലവിലെ ഫോമിൽ അടുത്ത വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിൽ അഭിഷേകിന് വിശ്രമം നൽകാവുന്നതാണ്. അഭിഷേകിന് പകരം സഞ്ജു സാംസണെ ഓപ്പണറായി ഇന്ത്യ വിളിക്കണമെന്ന് ഇന്ത്യൻ താരമായ ഹനുമ വിഹാരി ആവശ്യപ്പെടുകയും ചെയ്തു. രണ്ടുപേർക്കും 2 നിയമങ്ങൾ വേണ്ടെന്നും എല്ലാ താരങ്ങൾക്കും ഒരേ നിയമം മതിയെന്നുമാണ് വിഹാരി പറയുന്നത്. ലോകകപ്പിന് മുമ്പ് സഞ്ജു സാംസൺ 5 മത്സരത്തിൽ മോശം പ്രകടനം നടത്തിയതാണ് സഞ്ജുവിനെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റിയത്. അതിനുശേഷം അവൻ ശക്തമായ തിരിച്ചുവരവ് നടത്തി ടൂർണമെന്റിലെ താരമായി മാറി. ഈ ടൂർണമെന്റിൽ അഭിഷേക് ശർമ്മ എത്ര റൺസാണ് നേടിയത്? ഇംഗ്ലണ്ട് പരമ്പരയിൽ ഒരു അർദ്ധ സെഞ്ചുറിയില്ലാതെ അഭിഷേകിന് മറ്റെന്താണ് നേടാനായത്? 20-30 റൺസ് പോലും നേടാനായിട്ടില്ല. അവസാന 8 മത്സരത്തിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണുള്ളത്. T20 ലോകകപ്പ് അടക്കം നോക്കിയാൽ അവസാന 18 മത്സരത്തിൽ നിന്ന് 3 അർദ്ധ സെഞ്ചുറികൾ മാത്രമാണ് അഭിഷേകിനുള്ളതെന്നാണ് ഹനുമ വിഹാരി പറയുന്നത്. സഞ്ജു സാംസൺ ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോയാണ്. വലിയ വിമർശനങ്ങളും തഴയലുകളും നേരിട്ടപ്പോഴും സഞ്ജു ശക്തമായ തിരിച്ചുവരവ് നടത്തി. എന്നാൽ സിംബാബ്വെക്കെതിരായ T20 പരമ്പരയിൽ നിന്ന് സഞ്ജുവിനെ ഇന്ത്യ തഴഞ്ഞു. 3 മോശം പ്രകടനങ്ങളുടെ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് ഈ തഴയൽ. എന്നാൽ ഇന്ത്യൻ ടീമിലെ മറ്റാർക്കും ഇത്തരമൊരു തഴയൽ നേരിടേണ്ടി വന്നിട്ടില്ലെന്നതാണ് വസ്തുത. സഞ്ജു സാംസൺ ലോകകപ്പിൽ കളിച്ച 3 മത്സരത്തിലും 50 നേടി. എന്നാൽ ആരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. സഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം അവൻ സ്ഥിരതയില്ലാത്തവൻ. ഇത് നീതിയല്ല. അവൻ സമ്മർദ്ദമുള്ള മത്സരങ്ങൾ ജയിപ്പിക്കാൻ ശേഷിയുള്ളവരാണ്. സഞ്ജുവും അഭിഷേകും ഒരുപോലെ പ്രതീക്ഷിക്കുന്ന താരങ്ങളാണ്. രണ്ടുപേരും IPL മികവ് കാട്ടുന്നവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് വ്യത്യസ്ത താരങ്ങൾക്ക് വ്യത്യസ്ത നിയമമാകുമെന്നും ഹനുമ വിഹാരി ചോദിക്കുന്നു. ചുരുക്കത്തിൽ ഒരേ രീതിയിൽ കളിക്കുന്ന 2 ഇടംകൈയൻ ബാറ്റ്സ്മാർക്ക് പകരം തകർപ്പൻ ഫോമിലുള്ള വൈഭവും അനുഭവസമ്പന്നനായ സഞ്ജുവും ചേർന്ന ഒരു ലെഫ്റ്റ് റൈറ്റ് ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് കൂടുതൽ അനുയോജ്യം. പ്രതിഭയുണ്ടെങ്കിലും നിലവിലെ ഫോമിൽ അഭിഷേകിന് ചെറിയൊരു വിശ്രമം നൽകുന്നത് അവന്റെ കരിയറിനും ടീമിനും ഒരുപോലെ ഗുണം ചെയ്യും. ഹനുമ വിഹാരി ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ താരങ്ങൾക്കും ഒരേ നിയമവും തുല്യ നീതിയും ഉറപ്പാക്കുകയാണ് പ്രധാനം.